ഞാൻ ഒരു പള്ളിയിൽ വികാരിയച്ഛനായിട്ടിരിക്കുന്ന സമയത്ത് ആ പള്ളിയിലെ ഒരു കുടുംബം സാധാരണ കുടുംബമാണ്. ഈ ചേട്ടൻ ഭയങ്കരമായിട്ട് മദ്യപിക്കും. ഈ ചേച്ചീനെ എല്ലാ ദിവസവും തല്ല. മക്കൾ 2 പെൺമക്കൾ. ഈറ്റങ്ങൾ കട്ടിലിൻ്റെ അടിയിലാണ് രാത്രി കഴിഞ്ഞു കൂടണേ. വെളുപ്പങ്കാലം ആകുമ്പോൾ ചേട്ടൻ വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ഒരു ദിവസം ഈ ചേട്ടൻ വിഷം കുടിച്ച് മരിച്ചു. ആ നാട്ടിലെ 90% ആൾക്കാർ പറഞ്ഞ് ആ ചേട്ടൻ മരിച്ചതെന്നായിരുന്നു. പക്ഷെ ഈ അമ്മയും മക്കളും ഒരിക്കലും ഈ ഭർത്താവിനെ തള്ളി പറഞ്ഞില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകൊച്ച്, അതിൻ്റെ മൂത്ത പെൺകൊച്ച്, എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന കുട്ടി. ആ കൊച്ച് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ വികാരിച്ചനാണല്ലോ, എന്നോട് പറഞ്ഞതെന്നറിയാം, അച്ഛാ ഞാൻ ഇപ്പോൾ തുടങ്ങിയ എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കുക. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ അച്ഛാ, 8-9 കൊല്ലം കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിയൂലോ, അപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കണേ. ഞാൻ ചോദിച്ചു, എന്തിയെ? 1, ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കൻ ഭാവിയിൽ അദ്ദേഹം ഒരിക്കലും എൻ്റെ അപ്പനെ പോലെ മദ്യപിക്കരുത്. 2, ദൈവഭക്തിയുള്ള ആളായിരിക്കണം.